എറണാകുളം ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലെ വയോജന ഭിന്നശേഷി ശാക്തീകരണം ലക്ഷ്യമാക്കി സ്നേഹസംഗമം കലാകാല എന്ന പേരിൽ വയോജന ഭിന്നശേഷി കൂട്ടായ്മ സംഘടിപ്പിച്ചു. അരക്കിപ്പടി ജയ്ഭാരത് കോളേജിൽ നടന്ന പരിപാടി വൻ വിജയമായി. ജയ്ഭാരത് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പെരുമ്പാവൂർ, സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ്, ഹോബ്സ്, JBI CDR, സമയ ബാങ്ക് പ്രോജക്ട്, മാജിക്സ് ഓർഗനൈസേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടി ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിച്ചു. സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് HOD ഡോക്ടർ ദീപ്തി രാജ സ്വാഗതം പറഞ്ഞു. പ്രിൻസിപ്പൽ ഡോക്ടർ നിതേഷ് KN അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത സിനിമാ താരം ബിബിൻ ജോർജ് ഭിന്നശേഷി കുട്ടികളുടെ പരിപാടിയും വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അൻവർ അലി വയോജനങ്ങളുടെ പരിപാടിയും ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നമ്മള് പണ്ട് തുടങ്ങി ഞാനടക്കം കേൾക്കുന്ന ആദ്യം കേൾക്കുന്ന ഹാൻഡിക്യാപ്ഡ് എന്നുള്ള വാക്കായിരുന്നു കുഞ്ഞിനെ ഞങ്ങൾ കേട്ടിരുന്നത്. പിന്നീട് അത് ഫിസിക്കലി ചാലഞ്ച്ഡ് ആയി, ഇപ്പൊ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയി. പക്ഷെ ഞാൻ ഇതിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്ന വാക്ക് എന്ന് പറയുന്നത് ഡിവൈൻ എബിലിറ്റി എന്നുള്ളതാണ്. ദൈവത്തിന്റെ സൃഷ്ടിയുടെ ദിവ്യത്വം, അതാണ് കറക്റ്റ് വാക്ക്. കാരണം അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകളാണ്. പിന്നെ ഇവിടെ MSW പരിപാടിയാണെന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് എപ്പോഴും ആലോചിക്ക് വരുന്നത് എന്താണ് ഈ MSW കോഴ്സ്. പിന്നീട് ആലോചിച്ചു, ഈ പറയുന്ന സമൂഹത്തിൽ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഇത് ചെയ്യുക. അപ്പോ അതും എനിക്ക് വളരെ സന്തോഷമായിട്ടുള്ള കാര്യമായിട്ട് തോന്നിയത്. ഇവിടെ എനിക്ക് തോന്നുന്നു ഞാനിപ്പോ ആർട്ടിസ്റ്റ് ആണെന്നുള്ള രീതിയിലൊക്കെ എല്ലാവരോടും പറഞ്ഞു. ഇവിടെ പക്ഷെ പറയാത്തൊരു കാര്യമുണ്ട്. അത് ഞാനൊരു അധ്യാപകനും കൂടിയായിരുന്നു. എറണാകുളം ഗേൾസ് സ്കൂളിൽ ഹിന്ദി വിഷയത്തിൽ 2 കൊല്ലം അധ്യാപകനായിരുന്നു. അതിനുശേഷമാണ് ഞാൻ സിനിമയിലേക്കൊക്കെ വന്നത്. ആക്ച്വലി സിനിമയിലേക്ക് കുഞ്ഞുനാൾ മുതൽ സിനിമ എഴുതുന്നതിന്റെ ആഗ്രഹം, അതിനുവേണ്ടി നടന്നു. പക്ഷെ അധ്യാപകനായിരുന്നു. അപ്പൊ ഈ അധ്യാപകനായതിന്റെ പേരിൽ തന്നെ ഈ പറയുന്ന MSW എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ സൊസൈറ്റിയിലോടുള്ള പ്രതിബദ്ധത എപ്പോഴും നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ എഴുതിയ എല്ലാ സിനിമകളിലും അതുണ്ട്. ഈവൻ അമരപ്രതൊഴിലാണെങ്കിലും ജയസൂര്യ ചെയ്ത കഥാപാത്രം, കട്ടപ്പന ഋത്തിക് റോഷനിലാണെങ്കിൽ നമ്മളുടെ സരികുമാറിന്റെ വൈഫ് അഭിനയിച്ച കഥാപാത്രം, യമണ്ടൻ പ്രേമത്തിലാണെങ്കിൽ വിഷ്ണുവിന്റെ കഥാപാത്രം. അങ്ങനെ സമൂഹത്തിൽ ഈ പറയുന്ന പണ്ട് തുടങ്ങി മാറ്റി നിർത്തപ്പെടുന്ന കഥാപാത്രങ്ങളൊക്കെ സമൂഹത്തിന്റെ ഭാഗമാണെന്ന് അറിയിക്കാൻ വേണ്ടി തന്നെ പലപ്പോഴും നമ്മൾ ആ സിനിമയിൽ മനഃപൂർവ്വമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ കഥാപാത്രങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയും, ഒരിക്കലും സിമ്പതിയോടെ നോക്കുന്ന കഥാപാത്രങ്ങളായിരിക്കില്ല. ആളുകളെ ചിരിപ്പിച്ച് സന്തോഷിപ്പിച്ച് നടക്കുന്ന കഥാപാത്രങ്ങളെ ഞാൻ എഴുതിയിട്ടുള്ളൂ. അതല്ലെങ്കിൽ വലിയ പാരമ്പര്യയെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജയ്ഭാരത് കോളേജ് വളരെ പൈതൃകമുള്ള പാരമ്പര്യമുള്ള ഈ നാട്ടിൽ വിദ്യാഭ്യാസ ഒരു കച്ചവടമാക്കാതെ ജനകീയമാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു കലാലയമാണ്. എത്രയോ വലിയ പരിപാടി നമുക്ക് സംഘടിപ്പിക്കാം. പക്ഷെ നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടികളെ നോക്കൂ. കുട്ടികളെന്ന് നമ്മൾ വിളിക്കുന്നവർ 45ഉം 50ഉം വയസ്സുള്ള ആളുകളോട് ഇരിക്കുന്നുണ്ട്. നിഷ്കളങ്കരായി ചിരിക്കുകയാണ്, ഒരു കളങ്കവും ഇല്ലാതെ ചിരിക്കുകയാണ്, ഒരു കളങ്കവുമില്ലാതെ കൈകൊട്ടുകയാണ്. ഒരു പെൺകുട്ടിയോടെ കൈകൊട്ടുന്നു, കൂടെ എല്ലാവരും കൈകൊട്ടാണ്. ഇവിടുന്ന് ഞങ്ങൾ എന്താ പറയുന്നതെന്ന് മനസ്സിലാക്കിയിട്ടാവുന്നില്ല. ചതിയുടെയും വഞ്ചനയുടെയും ദാർഢ്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും ഒരു ലവലേശം കറവരക്കാത്ത പൊന്നുമക്കളാണ് നമുക്ക്. അവരെ ചേർത്ത് പിടിക്കുവാനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ടെന്ന് പറയുന്നതും അവരോട് കാട്ടുന്ന ഔദാര്യമല്ല, അത് അവരുടെ അവകാശമാണ്. ഇന്ത്യയുടെ ഭരണഘടന നിയമം മൂലം അവർക്ക് നൽകിയിട്ടുള്ള അവകാശമാണ്. ആ അവകാശം വകവെച്ചു കൊടുക്കുന്നതിന് സമൂഹത്തെ പ്രാപ്തമാകും ഇത്തരത്തിലുള്ള സ്നേഹസംഗമങ്ങൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ നമ്മുടെ പ്രിൻസിപ്പൽ ഇവിടെ സൂചിപ്പിച്ചു, ഏറ്റവും കൂടുതൽ വയോജനങ്ങളുള്ള സംസ്ഥാനമായി കേരളം മാറുകയാണ്. എന്താ കാര്യം? കേരളത്തിന്റെ ആരോഗ്യരംഗമാണ്. ഈ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള സംസ്ഥാനമായി കേരളം മാറുകയാണ്. സിനിമാ താരം ബിബിൻ ജോർജ് പാട്ടുപാടി ചുവടുകൾ വെച്ച് സദസ്സിനെ ആവേശം കൊള്ളിച്ചു.
വയോജനങ്ങൾക്കും ഭിന്നശേഷി കുട്ടികൾക്കും മാനസികോല്ലാസം വർദ്ധിപ്പിക്കുവാനും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനുമുള്ള ഒരു അവസരമൊരുക്കിയിരിക്കുകയാണ് കോളേജ് അധികൃതർ. എറണാകുളം ജില്ലയുടെ കീഴിൽ വരുന്ന 4 പഞ്ചായത്തുകളായ മഴുവന്നൂർ, ഐക്കർനാട്, കുന്നത്തുനാട്, വെങ്ങോല പഞ്ചായത്തുകളിൽ നിന്നും പെരുമ്പാവൂർ വയോമിത്രത്തിൽ നിന്നുമാണ് ഭിന്നശേഷിക്കാരും വയോജനങ്ങളും പങ്കെടുത്തത്. സംഗീത വിരുന്ന്, വയോജന മത്സര പരിപാടികൾ, കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവ കൊണ്ട് പരിപാടി വളരെയധികം ശ്രദ്ധേയമായി. ക്ലാസ് ഇൻചാർജ് ഗായത്രി രാജൻ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.